ശഅബാൻ 15 നോമ്പ് വന്നില്ലല്ലോ. നമുക്ക് വേണ്ടത് അതല്ലേ അല്ലേ? ശഅബാൻ 15 നോമ്പ് എവിടുന്നാ വന്നത്? പിന്നെ ധാരാളം ദഈഫായ ഹദീസുകൾ അങ്ങനെയുള്ള ഒരു രാത്രിയുണ്ട് എന്നും ആ രാത്രിയിൽ പ്രത്യേകതയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരിൽ നിന്നിട്ട്, മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്നിട്ട് ഒറിജിനൽ അഹ്ലുസ്സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളുടെ ആ നെടുന്തൂണുകളായി ഇമാമുകളിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷം പറഞ്ഞതായ തത്വം, അങ്ങനെ ഒരു പ്രത്യേകത ശഅബാൻ മാസത്തിന് നൽകിയും കൊണ്ട് അമൽ ചെയ്യൽ ബിദ്അത്താണ്. റസൂല് പഠിപ്പിച്ചതായ നോമ്പ് വർദ്ധിപ്പിക്കുക 1 മുതൽക്ക് എന്നതല്ലാതെ, പ്രത്യേകിച്ച് ശഅബാൻ 15 എന്ന ഒരു ബറാഅത്ത് രാത്രി എന്ന പേരിലുള്ളതായ വരാത്ത രാത്രിയെ കുറിച്ച് പറഞ്ഞതായ ഹദീസുകൾ മുഴുവനും ഒന്നിരിക്കലോ മൗദൂ അല്ലെങ്കിൽ വളരെ ശശികെട്ടത്. മൗദൂ എന്ന് പറഞ്ഞാൽ കെട്ടിയുണ്ടാക്കപ്പെട്ട കള്ള ഹദീസ്, അല്ലെങ്കിൽ വളരെ ശേഷികെട്ടതായ ഹദീസ്. സഹീഹ ഹദീസിലൂടെ ശഅബാൻ 15 കുറിച്ച് പറയുന്ന ഒരു വാക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ട് വന്നിട്ടേ ഇല്ല, കുറിക്കപ്പെട്ടിട്ടേ ഇല്ല, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. എന്തടോ ഉണ്ടെങ്കിൽ നമുക്ക് ഫത്ഹുൽ മുഈനിൽ ഉള്ളതായ ആ സുന്നത്തായ നോമ്പുകൾ പറയുന്ന ഭാഗത്തിൽ പൊന്നാണിയിൽ മെതിച്ച് കിടക്കുന്ന മഖ്ദൂമുകൾ പറയേണ്ടതല്ലേ? അതല്ലേ നാം ചെറുപ്പത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാമാര് പഠിച്ചതും ഓതിയതും? അതെ, ആ പുസ്തകത്തിൽ എന്തുകൊണ്ട് കയറിക്കൂടിയില്ല? ഇവിടെ ഉണ്ട് പള്ളി ദർസിൽ പഠിച്ച മുസ്ലിയാമാർ. അവരോട് ചോദിച്ചോളി, ഞാൻ മാത്രം പറയല്ല. അപ്പോൾ ഫത്ഹുൽ മുഈൻകാരൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ സുന്നത്തായ നോമ്പുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കേരളത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അതും വിഷയത്തിന്റെ പരിപൂർണതക്കാണ് മടക്കി പറയുന്നത്. കേൾക്കുമ്പോൾ വെറുപ്പുണ്ടെങ്കിലും മുഷിഞ്ചി കേട്ടോളീൻ. 10 കിതാബ് എന്ന് പറയുന്ന 12 കിതാബ് കേരളത്തിൽ ഞാൻ പണ്ട് വായിച്ച കിതാബാണ്. എൻ്റെ കൂടെയുണ്ട് ആ സാധനം. 10 കിതാബ് എന്ന 12 കിതാബ്. അതിലെന്തുണ്ട് ഒരു കിതാബ്? അതിന്റെ പേരെന്താണ്? കിതാബു അസ്സോം, നോമ്പിന്റെ കിതാബാകുന്നു എന്ന പേരിലുള്ള കിതാബുണ്ട്. അഥവാ ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ട് ഷാഫികൾ നോക്കേണ്ടതായ നോമ്പുകൾ വിശദീകരിക്കുന്ന കിതാബുസ്സൗം. ആ കിതാബുസ്സൗം പരിശോധിച്ചാൽ അതിൽ ശഅബാൻ 15 നോമ്പില്ല, റജബ് 27 നോമ്പില്ല. ഉണ്ടെങ്കിൽ ഉണ്ടാവേണ്ടതാണല്ലോ. ഹദീസിലുണ്ടെങ്കിൽ, സഹീഹായ ഹദീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതാണെങ്കിൽ ഉണ്ടാവേണ്ടതാണ്. പിന്നെ ഇവിടുന്ന് വന്നത് ബഖയിലേക്ക് റസൂലുള്ള പുറപ്പെട്ടു പോലോ. ശഅബാൻ 15 രാത്രിയിൽ പുറപ്പെട്ടപ്പോൾ, ഞാൻ രാത്രി തന്നെ പറയുന്നു, കാരണം തെക്കേ കേരളത്തിൽ രാവ് എന്ന് പറയും, വടക്കേ കേരളത്തിൽ രാത്രി എന്ന് പറയും. അപ്പോൾ നാളെ 15 ആണെങ്കിൽ ഈ സമയത്തിനാണ് തെക്കുള്ളവർ രാവ് എന്ന് പറയുക അല്ലേ? രാവ് എന്ന് പറയില്ലേ? ഇന്നിപ്പോൾ വ്യാഴാഴ്ച രാവ് എന്ന് പറയില്ലേ? ഞങ്ങളെ നാട്ടിൽ വ്യാഴാഴ്ച രാത്രി എന്ന് പറയാ. മനസ്സിലായില്ലേ ചേഞ്ച്? കാസർഗോഡ് ജില്ലയിൽ മുഴുവനും വ്യാഴാഴ്ച രാത്രി എന്ന് പറയാ ഈ രാത്രിക്ക്. നാളെ വ്യാഴാഴ്ച ആണെങ്കിൽ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള 15 മുമ്പുള്ളതായ രാത്രിയിൽ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഖയിലേക്ക് പോയി പോലോ. ഐഷ ബേക്കൽ കൂടി പോലോ. റസൂലുള്ളാഹി അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, എന്തെടി ഈ ചാട്ടം? പറഞ്ഞു, എനിക്ക് ഭയം, നിങ്ങൾ ഞാനല്ലാതെ വേറെ ഭാര്യൻ്റെ വീട്ടിലേക്ക് പോയി കളഞ്ഞോ എന്ന് പേടിച്ചിട്ട് ഞാൻ ബേക്കൽ കൂടിയതാണെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തേ എന്നിൽ വിശ്വാസമില്ല, ഞാൻ നിങ്ങളെ വഞ്ചിച്ചു കളയുമെന്നാണോ എന്നൊക്കെ ചോദിച്ചു പോലോ. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് അറിയുകയില്ലേ ആയിഷ, ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങുന്ന രാത്രിയാണ്. ഇന്നത്തെ ദിവസത്തിൽ കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിന്റെ എണ്ണം അനുസരിച്ചിട്ട് ഉമ്മത്തുകൾക്ക് പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് ആയിഷ. ഇമാം ബുഖാരി പറയുന്നു, ഹദീസ് കൊള്ളൂല, തള്ളേണ്ട ഹദീസാണത്. ഞാൻ പറയില്ല കേട്ടാ, ഇമാം ബുഖാരി പറയാണ് ഈ ഹദീസ് തള്ളേണ്ട ഹദീസാണ്. പിന്നെ അതിനപ്പുറം വേറൊന്നുമില്ല. ലോകത്തിൽ ഖുർആൻ കഴിഞ്ഞാൽ ഖുർആന് തൊട്ടു നിൽക്കുന്നതായ നാം അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ്, അംഗീകരിക്കേണ്ട ഗ്രന്ഥമാണ്. നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ച ശൈലിയാണ്. 3 വക്തുകാരും മതം പൊട്ടിയവരും അഖലാനികളും ബുദ്ധിപൂജകന്മാരും ഹദീസിൽ അഹാദ് അംഗീകരിക്കാതെ തള്ളുന്നതായ
മുഹദ്ദിസീങ്ങളായി അഭിനയിക്കുന്നതായ അറിവില്ലാത്തവരും അംഗീകരിച്ചില്ലെങ്കിലും നമുക്ക് നിർബന്ധമായി അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നാം മുഅ്മിനീങ്ങളുടെ കൂടെ അണിനിരക്കാനാണ് തീരുമാനിച്ചത്. ആരെങ്കിലും മുഅ്മിനീങ്ങളുടെ കൂടെ അണിനിരന്നില്ലെങ്കിൽ മുഅ്മിനീങ്ങൾ പോയ റൂട്ടിലല്ല പോയതെങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവൻ പോകുന്ന വഴിയിലേക്ക് അവനെ നാം തെളിച്ചു വിടും. നുസ്ലിഹി ജഹന്നം, എന്നിട്ട് ജഹന്നം കൊണ്ട് അവനെ നാം ചൂടുപിടിപ്പിക്കുമെന്ന് റബ്ബ് പറഞ്ഞതായ ആ അപകടത്തിൽ പെട്ടുപോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നാം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാം പഠിച്ചു വെച്ചതാണ് അസഹ്ഹു കുതുബിൻ ബഅദ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ ഇവിടെ അള്ളാഹുവിന്റെ വഹീനെ തന്നെ ക്രോഡീകരിച്ച് ഷർത്തുകൾ നിബന്ധനകൾ കടുകട്ടിയുള്ളത് വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഏറ്റവും സഹീഹായത് സെലക്ട് ചെയ്തുകൊണ്ട് സമർപ്പിച്ച റഷ്യക്കാരനായ മഹാനായ അൽ ഇമാം മുഹമ്മദ് ഇബ്നു പണ്ഡിതന്മാരല്ല പറയേണ്ടത്, മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം അൽ ബുഖാരി അൽ ബർദിസ്ബഹ് അൽ ജുഹാഫി. ബർദിസ്ബ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞു അത് അറബിയല്ല, അനറബിയാണ്. മനസ്സിലായില്ലേ? നാമും വന്നു മദീനയിലേക്ക്, അദ്ദേഹം വന്നു മദീനയിലേക്ക്. ചേഞ്ച് എന്താണ്? അദ്ദേഹം മദീനയിലേക്ക് വന്നത് കാശുണ്ടാക്കാനല്ലായിരുന്നു. അദ്ദേഹം മദീനയിലേക്ക് വന്നത് ഇൽമ പഠിക്കാനും പഠിപ്പിക്കുവാനും ഇൽമിന്റെ പതാക പൊക്കുവാനും അതിന് അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകുകയും ചെയ്തു. അദ്ദേഹം എഴുതിയതായ താരീഖുൽ ഖബീർ എന്ന ഗ്രന്ഥം ഇവിടെയുള്ള സ്വർഗ്ഗത്തോപ്പിൽ ഇരുന്നു കൊണ്ട് വെളിച്ചമുള്ള രാത്രിയിൽ അഥവാ നിലാവുള്ള രാത്രിയിൽ എഴുതിയതാണ്. ഓരോ 9,000-ൽ പരം നമ്മുടെ റസൂലുള്ളാഹിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരുടെ ചരിത്രം അദ്ദേഹം കുറിച്ചതായ ഗ്രന്ഥമാണ് അത്താരീഖുൽ കബീർ. ഓരോ വ്യക്തിയുടെ താരീഖ് ആ ഗ്രന്ഥത്തിലേക്ക് എഴുതിയപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എഴുതിയെന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ മഹാനായ ഹാഫിദ് അദ്ദഹബി പറയുന്നത്. എവിടെ? സിയർ അഅലാമുൻ നുബല എന്ന 25 വാള്യമുള്ളതായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരിയുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ കാണാവുന്നതാണ്. അതുപോലെ അവർക്ക് മുമ്പ് ജീവിച്ചവരും പറഞ്ഞു പോയതായ ഭാഗമാണ് ആ ചരിത്രം 2 റക്അത്ത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയാറുള്ളത് ഫിൽ ഫറാഗി ഫളല റുകൂഇ അസാ അൻ തകൂനൽ മൗതതു ബഗ്താ കം സഹീഹിൻ റഅയ്തു മിൻ ഗൈരി സുഖ്മിൻ ദഹബത് നഫ്സുഹു സഹീഹതു ഫൽതാ. ടൈം കിട്ടുമ്പോഴെല്ലാം സുന്നത്ത് വർദ്ധിപ്പിച്ചു കൊള്ളുക. രാത്രിയാവട്ടെ പകലിലാവട്ടെ എത്ര ചാൻസ് കിട്ടുന്നു അത്ര നിങ്ങൾ സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിക്കുക. എന്തുകൊണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കാണാറുണ്ട്, എന്ത് ഹാർട്ട് ഫെയിലായിട്ട് നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാർ പെട്ടെന്ന് NOC വരുന്നു പോകുന്നു. എപ്പോഴാണ് ഞാൻ മരിക്കും, എപ്പോഴും നിങ്ങൾ മരിക്കും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് മുഴുവനും നമസ്കാരം വർദ്ധിപ്പിച്ച് സുന്നത്ത് വർദ്ധിപ്പിച്ച് സുജൂദ് വർദ്ധിപ്പിച്ച് അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന പറഞ്ഞതായ മഹാവ്യക്തിയായ അൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസ് ക്രോഡീകരിക്കപ്പെട്ടതായ ഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിലുള്ളതായ ആ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൻ്റെ ഉടമയായ ആ ഗ്രന്ഥം റസൂലുള്ളാഹിന്റെ ഹദീസാണ്. അങ്ങനെ ക്രോഡീകരിച്ച് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചതായ ഇമാം പറയുന്നു, ഈ ബറാത്ത് രാത്രി എന്ന വരാത്ത് രാത്രിയെ കുറിച്ച് പറയുന്ന ഹദീസിനെ കുറിച്ച് കൊള്ളൂല, കള്ള ഹദീസ്, അല്ലെങ്കിൽ സ്വീകാര്യോഗ്യമല്ല, അത് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന്. അതുപോലെ തന്നെ അതിനുശേഷം വരുന്നതായ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ ഇറങ്ങുമെന്നും അനുഗ്രഹിക്കുമെന്ന് പറയുന്ന വേറെയും ഹദീസുകൾ കാണാം. അവകളും തള്ളപ്പെട്ടതായ ഹദീസുകളാണ്. ഏക ഹദീസായിട്ട് ശഅബാൻ മാസത്തിനെ മൊത്തത്തിൽ കുറിച്ച് സംസാരിക്കുന്ന ഏക ഹദീസായിട്ട് ഹസനാക്കി അൽബാനി ഇസ്നാദിനെ മാറ്റിയ, ശ്രദ്ധിക്കണം, ഈ ശൈലി പണ്ഡിതന്മാർക്ക് ഉപകരിക്കുന്ന ശൈലിയാണ്. ഇമാം ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അതിൻ്റെ ഇസ്നാദ് ഹസനാണ്. ഇസ്നാദ് ഹസൻ എന്ന് പറയുമ്പോൾ ഹദീസ് സഹിയാണെന്നുള്ള അർത്ഥം അതിലില്ല കേട്ടോ, അത് മനസ്സിലാക്കണം. അതിൻ്റെ ഇസ്നാദ് ഹസനാണ് എന്ന് പറഞ്ഞു പോയതായ ഏക ഹദീസ് ഈ വിഷയത്തിൽ എന്താണെന്നറിയാമോ? റസൂലിനോട് ചോദിക്കപ്പെട്ടു പോലോ, നിങ്ങൾ എന്തിനാണ് കൂടുതൽ നോമ്പ് ഈ മാസത്തിൽ നോക്കുന്നു എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലോ, ഇത് ജനങ്ങൾ അശ്രദ്ധരായ റജബിന്റെയും റമളാന്റെ ഇടയിലുള്ള ഒരു മാസമാണ്. ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ അമലുകളെ ആകാശത്തിലേക്ക് ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അമലുകളെ ആകാശത്തിലേക്ക് അല്ലാഹ് ഉയർത്തുമ്പോൾ ഞാൻ നോമ്പുകാരനാവട്ടെ എന്ന ആഗ്രഹമാണ് ഈ മാസം നോമ്പ് അധികരിപ്പിക്കാൻ കാരണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഈ ഹദീസിൻ്റെ ഇസ്നാദ് ഹസനാണെന്ന് മാത്രം എന്ന്. ഇതല്ലാതെ വേറൊരു ഹദീസും
ഷഅബാ മാസത്തിനെ കുറിച്ചുള്ള പ്രത്യേകത പറയുന്നതോ അല്ലെങ്കിൽ ഷഅബാ മാസത്തിൽ 15-ാം ദിവസം നോമ്പ് പറയുന്നതോ ബറാഅത്ത് രാത്രി എന്ന വരാത്ത രാത്രിയെ കുറിച്ച് പറയുന്നതോ നമുക്ക് ചൂട്ട് കത്തിച്ച് നോക്കിയാൽ സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ